ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് വേറെ ഒന്നിനെ കുറിച്ചല്ല, നിങ്ങൾ എല്ലാവരും ചോദിച്ച ആ ഒരു സീക്രട്ട് ഓയിലിനെ കുറിച്ചാണ്. എൻ്റെ സ്കിൻ ടോൺ ഇത്രയും ബ്രൈറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ആ ഒരു ഓയിലിൻ്റെ റെസിപ്പി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോക്ക് ഇത്രയധികം സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ വീഡിയോയുടെ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്ത്, നിങ്ങൾ ഇത്ര പേര് എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഓയിലിൻ്റെ വീഡിയോ വേണമെന്ന് ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്. ഞാൻ എന്തായാലും വെച്ച് ലേറ്റ് ആക്കുന്നില്ല. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബ്രൈറ്റനിങ് ഓയിൽ. ഇത് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ആക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഡാർക്ക് സ്കിൻ ടോൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫുൾ ബോഡിയാണ് ബ്രൈറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം കാണിച്ചു തന്നെ, നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ടാനൊക്കെ റിമൂവ് ആവാനും ഈ കരിവാളിപ്പ് മാറാനും അൺഇവൻ സ്കിൻ ടോൺ മാറാനും എല്ലാം ഇത് അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഷെയ്ഡ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് എന്തായാലും കൊണ്ടുവരാൻ പറ്റും. സോ ഗൈസ്, ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു ടൈം വേസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കുന്ന ആ ഒരു പൈസ വേസ്റ്റ് ആയിട്ടോ ഒന്നും തോന്നില്ല. നിങ്ങൾക്ക് ഞാനത് ഗ്യാരണ്ടി തരാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാം, ഇത് വെളുത്തിട്ട് പറഞ്ഞ സാധനമല്ല. നിങ്ങളുടെ സ്കിൻ ടോൺ 5-6 ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് അങ്ങനെ അങ്ങ് വെളുക്കുന്ന ഇതല്ല. അങ്ങനെയാണെങ്കിൽ ഞാനും അത്രയും വെളുത്തിട്ടില്ല. ആ ഒരു ഇതല്ല പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും കൊണ്ടുവരാൻ പറ്റും. അതെല്ലാം റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് കുറച്ചധികം സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. പക്ഷേ നിങ്ങൾക്കിത് വീഡിയോ കൊള്ളത്തില്ലെന്നാ തോന്നുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, നോ പ്രോബ്ലം. ഇതിനുവേണ്ടി ആദ്യം മീഡിയം സൈസിലുള്ള 3 ബീട്രൂട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിൽ എടുക്കാം, പക്ഷെ വെള്ളം ചേർക്കാൻ പാടില്ല. ഇതിനോടൊപ്പം തന്നെ വേണ്ടത് ക്യാരറ്റ് ആണ്. 3 വലിയ സൈസിലുള്ള ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 300 ml കോക്കനട്ട് ഓയിലാണ്. ഇപ്പോൾ ഞാൻ കേരേൻ്റെ ആണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ്, അതായത് ബദാം ഓയിൽ. ഇതൊരു 100 ml മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഒരു 400 ml വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത ക്യാരറ്റും ബീട്രൂട്ടും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് തലേ ദിവസം ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഓറഞ്ചിന്റെ തൊലിയാണ്. ഉണങ്ങിയ തൊലിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇവിടെ മഴ ആയതുകൊണ്ടും വീഡിയോ പെട്ടെന്ന് ഇടണമെന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉണക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണക്കിയിട്ട് തന്നെ യൂസ് ചെയ്യുക. ഈ വീഡിയോ കുറച്ചെങ്കിലും ലേറ്റ് ആയെങ്കിൽ അതിന് കാരണം ഇവൻ തന്നെ. ഇവിടെ ഒന്നും ഓറഞ്ച് ഇല്ല. ഓറഞ്ചിന്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം മുസാമ്പി മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് തപ്പി നടന്ന് രാത്രിയിൽ പോയി സെറ്റാക്കി എടുത്ത സാധനം. ഇനി നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. ഇത് നിങ്ങൾ കടയിൽ നിന്നാണ് വാങ്ങുന്നെങ്കിൽ എന്തായാലും തടിയായിട്ട് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പൊടിയായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അത് എത്രത്തോളം നാച്ചുറൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കസ്തൂരി മഞ്ഞളിന് അലർജിയോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടാവുന്നവരുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ അരച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഇത് ഫുള്ള് തലേ ദിവസമേ ചെയ്തു വെക്കേണ്ട കാര്യമാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫുൾ ഇങ്ങനെ വെക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓയിലിൻ്റെ അളവ് കുറവാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു അളവ്. നിങ്ങൾ ഈ ഒരു അളവൊക്കെ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം ഓയിലെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അടിയിൽ പിടിക്കരുത്. അതുപോലെ തന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് പതേ ഇങ്ങനെ പൊങ്ങി വരുവേ. നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ബ്രൈറ്റണിങ് ഓയിൽ കാണിക്കത്തില്ലേ, അതിൻ്റെ ഒരു സീക്രട്ട് റെസിപ്പിയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അവരുടെ വയറ്റ് തടിക്കുന്ന പരിപാടിയാണ്, എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ സീക്രട്ട് റെസിപ്പിയുടെ ഉടമസ്ഥൻ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ണോപ്പറേഷൻ കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ മാറ്റിയിരുത്തിയേക്കുന്നത്. പക്ഷെ അമ്മൂമ്മ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ചേർത്ത സാധനങ്ങൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണ ഇതുപോലെ പതഞ്ഞു പൊങ്ങും. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് രക്തചന്ദനമാണ്. ഇതിൻ്റെ തടി കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കണ്ടോ, ഈ ഒരു പരുവത്തിൽ മൂത്ത് വരുമ്പോഴാണ് രക്തചന്ദനത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ആദ്യമേ ഇട്ട് കൊടുക്കരുത്. ഈ ഒരു പരുവായതിനു ശേഷമേ ഇട്ട് കൊടുക്കാവൂ. കാരണം ആ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ചിഷ്ടയാണ്. ഇത് നമുക്ക് അങ്ങാടി കടയിലെല്ലാം വാങ്ങാൻ കിട്ടും. ഇതാണ് നമ്മുടെ ഫേസ് ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതും നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മാക്സിമം ഈ ഒരു അളവൊക്കെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതോട് ചേർത്ത്
കഴിയുമ്പോഴേക്കും നമ്മുടെ ഓയിൽ നല്ലൊരു കടും ചുമപ്പായിട്ട് മാറും. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് ചുമന്ന തെറ്റിപ്പൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചിലരുടെ ഫേസ് ഒക്കെ വെറുതെ ഇങ്ങനെ ചൊറിയുമ്പോഴത്തേക്കും ഇങ്ങനെ തടിച്ചു പൊന്തി വരത്തില്ലേ, അതൊക്കെ മാറാൻ വേണ്ടി ഈ തെറ്റിപ്പൂ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും. എനിക്കിപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ആക്കാത്തത്. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് സെറ്റാക്കാം. അത് നമ്മുടെ അമ്മാമ്മയാണ് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള ഓപ്പറേഷനിൽ മറിഞ്ഞു വീണ് പോയതായിരുന്നു ഫ്രണ്ടിലത്തെ 2 പല്ല്. അത് വെച്ചുള്ള ഒരു ചിരി ഒരു പ്രത്യേക സ്റ്റൈലാണ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ്. ഇത് തികച്ചും ഓപ്ഷണൽ ആണ്. എൻ്റെ സ്കിന്നിന് ഇത് നല്ലതായതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞുതരാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം നിങ്ങൾ കണ്ടതല്ലേ ഇതിനകത്ത് ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്തതെന്ന്. ഒരു തരത്തിലുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ആക്കിയിട്ടില്ല. മൊത്തം ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ലാസ്റ്റ് പറഞ്ഞ ആ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ അത് യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് കുറയാനും ഡാർക്ക് സർക്കിൾസ് കുറയാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നുള്ളൊരു സംശയമാണ് ഇത് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഡ്രൈ സ്കിൻ ആണ്. എക്സ്ട്രീംലി ഡ്രൈ എന്ന് പറയത്തില്ല, എന്നാൽ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്. അപ്പോൾ എനിക്ക് ഇത് ഫേസിൽ തേച്ചാൽ പിമ്പിൾസ് വരില്ല. പക്ഷേ ചില ടൈപ്പ് ആളുകളുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഫേസിൽ ഓയിൽ തേക്കുമ്പോൾ പിമ്പിൾസ് നോർമലായിട്ട് വരുന്നവരില്ലേ, അവർ ഇത് തേച്ചാൽ ചിലപ്പോൾ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ഓയിലാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഉടനെ എടുത്ത് ഫേസിൽ തേക്കരുത്. ജസ്റ്റ് ആദ്യം നിങ്ങൾ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ലെങ്കിലും നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് ബോഡിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫേസിൽ പിമ്പിൾസ് ഒന്നും വരത്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കാരണമായിട്ട് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് കാരണം നിങ്ങൾക്ക് പിമ്പിൾസ് വരത്തില്ല. പിന്നെ ഓയിലിൻ്റെ അലർജി ഉള്ളവർക്ക് അങ്ങനെ വരുന്നെങ്കിലേ ഉള്ളൂ. അല്ലാത്ത ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കത്തില്ലേ, അതിനൊരു 20 മിനിറ്റ് മുമ്പ് നമ്മുടെ ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ തന്നെ വിടുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ രീതി കുളിക്കുന്ന പോലെ ചെയ്യുക. അതാണ്. പിന്നെ നിങ്ങൾക്ക് ഫേസിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബോഡിയിൽ ഒരു 20 മിനിറ്റ് എങ്കിലും വെക്കണം. പക്ഷേ ഫേസിൽ 10 മിനിറ്റ് കൂടുതൽ വെക്കരുത്. കാരണം ചിലവർക്കൊക്കെ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ഫേസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ നോർമലി കുറച്ച് ഓയിൽ എടുത്ത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യണം. ഞാൻ ഇവിടെ ഗ്വാഷ യൂസ് ചെയ്താണ് മസാജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈവച്ച് വേണമെങ്കിൽ ചെയ്യാം. ഗ്വാഷ യൂസ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടുന്ന കാര്യമല്ല. ഇതിന് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ 3 വർഷത്തോളം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 മന്ത്സ് എങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടൂ. കാരണം ഇത് 100% നാച്ചുറലാണ്. ഞാൻ ലാസ്റ്റായിട്ട് വീണ്ടും പറയുക, ഇതിനകത്ത് ഇത്രത്തോളം ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് അത് ഒരിക്കലും പൈസ വേസ്റ്റ് ആയിരുന്നൊരു ഫീൽ നിങ്ങൾക്ക് എന്തായാലും തോന്നില്ല. കാരണം ഇത് അത്ര അടിപൊളിയാണ്. എനിക്ക് റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷത്തിൽ ഇത്ര വിശ്വാസത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.